ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. സെയിം എക്സസൈസുകൾ തന്നെയാണ്, കൂടുതൽ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അത് സിമ്പിൾ ആകാൻ വേണ്ടിയാണ്. ഓക്കെ ഫൈൻ. 1/2 ഓഫ് രണ്ടെണ്ണമുണ്ട്, 2 3/4 ആൻഡ് 4 2/9 ആൻഡ് 5/8 ഓഫ് 3 5/6 ആൻഡ് 9 2/3. മുമ്പ് നമ്മൾ ചെയ്തത് ഓഫ് എന്നിട്ടല്ല, ചുമ്മാ മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ തന്നിട്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഓഫ് ഒന്നും ഇട്ടാൽ, അതായത് നിങ്ങൾക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്, അതിന് വേണ്ടിയാണ്. ഫസ്റ്റ് വൺ ചെയ്യാൻ പോവാണ്. എയുടെ 1/2 ഓഫ് 2 and 3/4. എന്താ ഓഫ് എന്ന് പറഞ്ഞാൽ? എന്താ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 1/2 ഇൻറ്റു, അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. അതായത് ഇൻറ്റു ഇട്ട്, അതായത് ഓഫ് ഇട്ട് അങ്ങ് എഴുതി പോകല്ലേ, ഇങ്ങനെ ഇൻറ്റു ഇട്ട് നിങ്ങൾ കാണിക്കുക. പിന്നെ അത് കഴിഞ്ഞ് എന്നാ ചെയ്യണം? 1/2 എഴുതാം. 1/2 ഇൻറ്റു ഈ മിക്സഡിനെ എന്താക്കണം? ഇംപ്രോപ്പർ ആക്കിയുടെ കാണിക്കണം. എങ്ങനെ? 2 × 4 + 3/4. അങ്ങനല്ലേ? 2 × 4 ഡിനോമിനേറ്ററും ഹോൾ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിയേ, 1/2 ഇൻറ്റു 2 8 3 11 11/4. ഇവിടെ ആരെങ്കിലും മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഉണ്ടല്ലോ. 2ഉം 4ഉം മൾട്ടിപ്പിൾസാണ്, പക്ഷെ അവർ രണ്ടും ഡിനോമിനേറ്റേഴ്സ് ആണ്. അങ്ങനെ നമുക്ക് അവരെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾസ് എവിടെ കിടക്കണം? ഒരാൾ ന്യൂമറേറ്ററിലും ഒരാൾ ഡിനോമിനേറ്ററിലും കിടന്നാൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ 2ഉം 4ഉം മൾട്ടിപ്പിൾസ് ആണ്, അവർ രണ്ടും ഡിനോമിനേറ്ററായിട്ട് കിടക്കുന്ന നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല മക്കളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 1 × 11 11, 2 × 4 8. കിട്ടിയതോ? എന്നാ ഫ്രാക്ഷനാ? ഇംപ്രോപ്പർ. അപ്പൊ നമ്മൾ ഉടനെ അതിനെ എന്ത് ചെയ്യുക? മിക്സഡ് ആക്കാൻ പോവാണ്. 8 × 8 3 അല്ലേ? 3 11. അപ്പൊ ആൻസർ എത്രയാണ്? 1 3/8 അല്ലേ? 1 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്വോഷ്യന്റ് ആണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്? ക്വോഷ്യന്റ് ആണ് എന്തായിട്ട് എഴുതുന്നത്? ഹോൾ നമ്പർ ആയിട്ട് എഴുതുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് നോക്കാം. എയുടെ സെക്കൻഡ് 1/2 ഓഫ് 4 and 2/9. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓഫ് എന്ന് കിടന്നാൽ അത് നമ്മൾ എടുത്ത് ഇൻറ്റു ആണെന്ന് എഴുതി കാണിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇപ്പൊ എഴുതി. ഇനി നമ്മൾ എന്താ അടുത്ത നമ്മുടെ ജോലി എന്നാണ്? ഈ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുക. എങ്ങനെ വരും? 4 × 9 അല്ലേ? പ്ലസ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഓക്കെ, എത്ര കിട്ടി? 1/2 ഇൻറ്റു 36 38/9. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഇവിടെ ആരെങ്കിലും മൾട്ടിപ്പിൾസ് ഉണ്ടോ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ. 2ഉം 38ഉം ആരുടെ മൾട്ടിപ്പിൾസ് ആണ്? 2ന്റെ മൾട്ടിപ്പിൾസ്. നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം. 1 × 2 2. 38നെ ചെയ്തേ. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. 38നെ 2 ഉണ്ട്. 1 2 2. അപ്പൊ എത്ര വരും? 19 അല്ലേ? 19 അവിടെ വെച്ച് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു കണ്ടോ? 19. നമുക്ക് സിമ്പിൾ ആയില്ലേ? ഇപ്പൊ എത്ര? 1 × 19 19. 1 × 9 9. എന്താണ്? ഈ മിക്സഡ് ആക്കണം. ഇംപ്രോപ്പർ ആണ്. 19നെ 9 കൊണ്ട് ചെയ്താൽ 18. അപ്പൊ ഇതിന്റെ ആൻസർ അങ്ങനെ വരും. 2 1 1 2 1/9 എന്ന് വരും. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ ഇത് അത് തന്നെ കിട്ടുമോ എന്ന് നോക്കാൻ? അല്ലാതെ മറ്റേ മൾട്ടിപ്ലൈ ചെയ്താൽ ഏതൊക്കെയാണ്? 1/2 ഇൻറ്റു 38/9 ചെയ്താൽ സെയിം കിട്ടുമോ നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ 1 × 38 ഡിനോമിനേറ്റർ തമ്മിൽ 18. ഇനി 38നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നോക്കട്ടെ. 38 / 18. 18ന്റെ ടേബിളില് എത്ര പ്രാവശ്യം ഉണ്ട്? അല്ല, എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കാം. അല്ലെ ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യായിരുന്നു. കണ്ടോ? 18 × 3 236 ആണ്. ബാലൻസ് 2. അപ്പൊ നമുക്ക് ആൻസർ എത്ര നമ്മൾ എടുത്തെഴുതും?
2 എഴുതി, റിമൈൻഡർ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എഴുതി. ഇവിടെ 2 1/9 ആണ് കിട്ടിയത്. ഇവിടെ 2 2/18 ആണ് കിട്ടിയത്. സെയിം കിട്ടുമോ? കിട്ടുമല്ലോ. ഇത് രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ മക്കളെ? അപ്പോൾ 2 ഉണ്ട്. 1 × 2 അപ്പോൾ എത്ര വരും? 2 1/9. നമ്മൾ മുമ്പ് ഇതുപോലെ ഓർമ്മ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും വലുതായിട്ട് പോകാതെ നമുക്ക് ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യുവാണ് എത്ര സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പം മനസ്സിലായില്ലേ ക്യാൻസലേഷൻ്റെ ഗുണം? ഓക്കെ, നമുക്ക് അടുത്തത് നമ്മൾ ബി ആണ് ചെയ്യാൻ പോകുന്നത്. ബി ക്വസ്റ്റ്യനിൽ 5/8 ഓഫ് ആദ്യത്തെ എത്രയാണ്? 3 5/6. മുമ്പത്തെ പോലെ തന്നെ ഓഫ് എന്നിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. 3 5/6 ആണ്. നമുക്കതിനെ എന്താക്കണം? ഇംപ്രോപ്പർ ആക്കണം. എങ്ങനെയാണ്? 3 × 6 + 5. നമ്മുടെ ഡിനോമിനേറ്റർ എപ്പോഴും സെയിം തന്നെ, 6 തന്നെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എഴുതിക്കേ 5/8 ഇൻറ്റു 18 18 20 23 23/6. ഇവിടെ ആരെങ്കിലും മൾട്ടിപ്പിൾസ് ഉണ്ടോ? 6ന്റെ 2ന്റെ മൾട്ടിപ്പിൾ അല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ എഴുതണം. 23 × 5 എത്രയാണ്? 115 / 48 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കത് ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം. ഫോർട്ടി എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 48ന്റെ ടേബിളിൽ എത്ര ആശയം വരുമെന്ന് നോക്കാം. 48 × 2 എത്രയാ? 6. 48 × 3യോ? 140. അപ്പോൾ 2 പ്രാവശ്യമേ ഉള്ളൂ. 96 ആണ്. 96നെ നമുക്ക് ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാ? 15 15 0 19. അപ്പോൾ ആൻസർ എത്ര വരും? 219/48. 219/48. കണ്ടോ, ഇച്ചിരി ചെയ്യാനുണ്ട്. ഇതൊക്കെ വരുമ്പം 115/48 എന്ന് വരുമ്പോൾ നിങ്ങൾ ഇത് മിക്സഡ് ആക്കാൻ വേണ്ടി ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇതുപോലെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നോക്കണം. ഇപ്പോൾ 48ൽ എത്ര പ്രാവശ്യം ഉണ്ട്? നമുക്ക് 48ന്റെ ടേബിൾ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും വരുന്നുണ്ട്. ഒരിടത്ത് തെറ്റിപ്പോയാൽ നമുക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് നോക്കിയേ. 5/8 ഇൻറ്റു അല്ലേ? ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. 9 2/3. അതുപോലെ തന്നെ 5/8നെ നമുക്ക് എന്താക്കണം? ഇതിനെ മിക്സഡ് ഇംപ്രോപ്പർ എങ്ങനെ വരും? 9 × 3 + 2/3. മനസ്സിലാകുന്നില്ലേ മക്കളെ? ഓക്കെ, അടുത്ത് നോക്കിയേ. 5/8 ഇൻറ്റു 27 29/3. മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. മൾട്ടിപ്ലൈ എവിടെയും വലിയ സംഖ്യകളാണ് വരുന്നത്. അതിന് 29 × 5 ചെയ്യാം. 45 45 4 145 145/3 24. എന്നാ ചെയ്യണം? 145നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. 24ൽ എത്രയുണ്ട്? 24 × 3 12 ഇഷ്ടമാണ്. 4 ആയാലോ? 5 4 22 120 അത്രേ കാണത്തുള്ളൂ. 24 × 6 നോക്കട്ടെ. ഓക്കെ, 6 വരും കേട്ടോ. 6 24 × 12 144. 24 × 6 144. നിങ്ങൾ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ. സമയം പോകും. 144 ബാലൻസ് 1. അപ്പൊ ആൻസർ എത്രയാണ്? 6 1/24. 6 1/24 ഇതാണ് ആൻസർ.
കേട്ടോ മക്കളെ. മുമ്പത്തെ കേസിലാണെങ്കിൽ ഇവിടെ ആണെങ്കിലും കണ്ട ഈ 24 കൊണ്ടും മുമ്പ് എത്ര ഉണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് നമുക്ക്. കാരണം ചെറിയ സംഖ്യകളല്ല, നമ്മുടെ ടേബിൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടേബിൾ അല്ല. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണം, സമയം പോകും. അതുകൊണ്ട് സ്പീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ മാത്രം ശ്രദ്ധ പോയാൽ മതി. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെ കേസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മക്കളെ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.